المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകത്ത് പല ഇസങ്ങളും സിദ്ധാന്തങ്ങളും ഇസ്ലാമിനെതിരെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാം ഇസ്ലാം ഭീതി പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒളിഞ്ഞിരുന്ന് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയെപ്പോലെ ഇസ്ലാം ഭീതി പറഞ്ഞ് പ്രസരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്നുള്ളത്. സവർണ കമ്മ്യൂണിസം എന്നാൽ അത് കേരളീയ കമ്മ്യൂണിസമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ആഗോള കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇസ്ലാമിക വിരുദ്ധതയാണ്, ഇസ്ലാമോഫോബിയയാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. കമ്മ്യൂണിസം പ്രത്യക്ഷത്തിൽ മധുരമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിനുള്ളിൽ കൈപ്പേറിയ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മെനഞ്ഞെടുത്ത മാർക്സിനെ പോലെ, എംഗൽസിനെ പോലെ, ഹെഗലിനെ പോലെയുള്ള ആളുകൾ അവരെല്ലാം നിരന്തരമായി ഇസ്ലാമിക വിമർശനങ്ങളും ഇസ്ലാമിക വിരുദ്ധതയും പ്രചരിപ്പിച്ചതാണ്. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സോവിയറ്റ് അന്നത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഗാലിയോവിനെ മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ, ഇസ്ലാമിക പേടിയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സോവിയറ്റ് റഷ്യയിൽ സർ ചക്രവർത്തിമാർക്കെതിരെ പോരാട്ടം നടന്നപ്പോൾ, വിപ്ലവം നടന്നപ്പോൾ ആ മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ തിരിച്ചു തരാമെന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ അധികാരം കൈയാളിയ നേരത്തെല്ലാം ഇസ്ലാമിക വിരുദ്ധത പറയാനും ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ വാചകം ആരും മറന്നു കാണില്ല. അതിനെ മലയാള പത്രങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ്: എവിടെ ഒരു ഡാരിട്ട റോഡ് അവസാനിക്കുന്നുവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുമെന്നാണ്. ആ പറഞ്ഞത് ബംഗാളിനെ കുറിച്ചാണ്. 35 വർഷക്കാലം കമ്മ്യൂണിസം ഭരിച്ചു തീർത്ത ബംഗാളിനെ കുറിച്ചാണ്. ആ മനുഷ്യരെ വികസന ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസത്തിന്റെ സത്ത എന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ശരീഅത്ത് വിവാദ കാലത്ത് നിങ്ങളുടെ അള്ളാഹ് 4 കെട്ടാൻ പറഞ്ഞാൽ അങ്ങനെ കെട്ടണോ എന്ന് ചോദിച്ച ഇ എം എസിന്റെ പിൻഗാമികളാണിവർ. അതുകൊണ്ട് അങ്ങനെയേ ഉണ്ടാവൂ. കമ്മ്യൂണിസം അങ്ങനെ തന്നെയാണ് എല്ലാവരെയും പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഞാനും നീയും ഉണ്ടായത് എങ്ങനെയാണ് എന്ന ലിബറൽ ചോദ്യം ഉന്നയിക്കുന്നത് ആർക്കെതിരെയുള്ള വെല്ലുവിളികളാണ്. തട്ടമിട്ട പെണ്ണിനെ അവർ ആറാം നൂറ്റാണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്ന അരുൺകുമാറിന്റെ വെല്ലുവിളി ആരോടാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വത്തക സമരം നടത്തുമ്പോൾ അതിനുള്ളിലെ മതം ചികയുന്ന വിദ്വേഷങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഏത് മതത്തിനോടുള്ള വിരുദ്ധതയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ഇതിനെയൊന്നും മനസ്സിലാകാതെ കമ്മ്യൂണിസത്തിന് താരാട്ടുപാടി തൊട്ടിലിറക്കുന്നത് സമുദായത്തിന് അപകടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ കാലത്തും കമ്മ്യൂണിസം മറ്റുള്ളവരെ ചതിക്കാനും മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ച് അവസാനം സോവിയറ്റ് റഷ്യയിൽ നമ്മൾ കണ്ടതുപോലെ, സ്റ്റാലിൻ ചെയ്തതുപോലെ, വെടിയുതിർത്തതുപോലെ മുസ്ലിം പുരോഹിതന്മാരെ കൂട്ടുപിടിച്ച് അവസാനം കൊല്ല ചെയ്തതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാഠ്യപദ്ധതി പരിസരങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആളുകൾ അതിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് അതിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചതും ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ എല്ലാ കാലത്തും കമ്മ്യൂണിസം ശ്രമിച്ചത് ഇസ്ലാമിനെതിരെ ഭീതി പ്രകടിപ്പിക്കാനും അതിനെതിരെ ഭീതി പ്രചരിപ്പിക്കാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസം എല്ലാ കാലത്തും അപകടമാണ്. അതിനെ ആർക്കെങ്കിലും അത് നിസ്സാരമായി തോന്നുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാം കമ്മ്യൂണിസത്തിനെ എതിർത്തത് ഇസ്ലാമിക പണ്ഡിതന്മാർ, തഴവാ ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ അടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ പല ആളുകളും ഇതിനെ പല രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കമ്മ്യൂണിസത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ
പഠിപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. സോവിയറ്റ് റഷ്യയിൽ തന്നെ, ഈ ബംഗാളിൽ തന്നെ, ഇനി കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്ന ഒരുപാട് ദുരന്തങ്ങൾ, ഇതെല്ലാം പറഞ്ഞു പറ്റിക്കലാണ്. കമ്മ്യൂണിസം അടിസ്ഥാനപരമായി ഇസ്ലാമോഫോബിയയാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.